ദുനിയാവിൽ ഒരു പക്ഷേ എത്ര വലിയ തമ്മാടിക്കും ചിലപ്പോൾ സൗകര്യപൂർവ്വം ജീവിക്കാൻ അല്ലാഹു അവസരം കൊടുത്തേക്കും. പക്ഷേ യൗമുൽ ഖിയാമത്ത് നാളിൽ വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. വയഖ്ലുദു ഫീഹി മുഹാനാ, അത് ഈമാനില്ലാതെ മരണപ്പെട്ടു പോയവനാണെങ്കിൽ, വ്യഭിചാരത്തിന് തെറ്റൊന്നുമില്ല, കുറ്റമൊന്നുമില്ല, അത് അനുവദനീയമാണെന്ന് വിശ്വസിച്ച് വ്യഭിചരിച്ചവനാണെങ്കിൽ, അതേപോലെ തന്നെ വേറെ ഒരു മുഅ്മിനായ മനുഷ്യനെ കൊല്ലുന്നതോ സ്വന്തം ശരീരത്തെ തന്നെ ആത്മഹത്യ ചെയ്ത് കൊല്ലുന്നതോ അതിൽ തെറ്റൊന്നുമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണെങ്കിൽ അവൻ ഇസ്ലാമെന്ന് പുറത്താണ്, അവൻ ഈമാനില്ലാതെ ചത്തുപോകുന്നവനാണ്. അങ്ങനെ വരുമ്പോൾ കാലകാലം അവൻ നരകത്തിലാണ്. ഇല്ലെങ്കിൽ എത്രയോ കാലം അവൻ നരകത്തിലാണ്, നിന്ദ്യനായി നരകത്തിൽ കടക്കും. അവിടെയും റബ്ബിന്റെ കാരുണ്യം നോക്കൂ. അത്തരം വലിയ തെറ്റ് തന്നെ വന്നു പോയവരാണെങ്കിലും തൗബ ചെയ്തവരൊഴികെ മനസ്സുകൊണ്ട് ആ തെറ്റിൽ വലിയ ഖേദം പ്രകടിപ്പിച്ചു, വആമന, ഉറച്ച വിശ്വാസമുണ്ടായി, നല്ല പ്രവർത്തനങ്ങൾ നിർവഹിച്ചു, തെറ്റിൽ നിന്നെല്ലാം മാറി നിന്നു. അതേപോലെ അല്ലാഹു തആല അവരുടെ തൗബ കാരണത്താൽ പാപങ്ങൾ പൊറുത്ത് അവർക്ക് എത്രയോ നന്മകൾ രേഖപ്പെടുത്തുകയാണ്.